കഴക്കുന്ന സെൻറ്റ് സെബാസ്റ്റ്യൻസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിലെ ഇടവക തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ഭക്തി നിർഭരമായ റാസ സെൻറ്റ് ജോസഫ് കത്തോലിക്ക ദേവാലയത്തിൻ്റെ ഈ അങ്കണത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഈ അവസരത്തിൽ പ്രദേശവാസികൾക്ക് തിരുനാൾ സന്ദേശം ബഹുമാനപ്പെട്ട റോജി അച്ഛൻ ഇപ്പോൾ നൽകുന്നതാണ്. മിശിഹായാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ഈ തിരുനാൾ ആഘോഷിക്കുന്ന ഭക്തി നിർഭരമായ ഈ റാസയോടുകൂടി നമ്മൾ ഈ പ്രദേശത്തോടുകൂടി നടന്നു പോകുമ്പോൾ ഈ പ്രദേശത്തെ മുഴുവനും നമ്മൾ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിച്ചാണ് നമ്മൾ നടക്കുന്നത്. ഒരു വിശുദ്ധൻ്റെ ജീവിതം അവൻ ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെച്ചപ്പോൾ അവന് വേണ്ടി മരിക്കാൻ തയ്യാറായ ഒരുവനായി മാറി. ക്രിസ്തുവിന് വേണ്ടി അവനെതിരെ പറയാൻ പറഞ്ഞപ്പോൾ അത് പറ്റാതെ അവന് വേണ്ടി മരിക്കാൻ തയ്യാറായ ഒരു വിശുദ്ധൻ്റെ തിരുനാളാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. ഒരു സൈന്യാധിപനായി ക്രിസ്ത്യാനികൾക്ക് എതിരെ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അവരെ ആക്രമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവരോടൊപ്പം നിൽക്കുന്നവർക്കെതിരെ നിൽക്കാൻ ഈ വിശുദ്ധനായ ഈ ചെറുബാലൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ അന്ന് അവൻ്റെ മുന്നിലുണ്ടായിരുന്ന ഒരൊറ്റ മുഖം മാത്രമാണ്. സ്നേഹം മാത്രം ഈ ഭൂമിയിൽ വിളമ്പി എങ്ങനെയാണ് സ്നേഹിക്കണമെന്ന് മറ്റുള്ളവരെ പഠിപ്പിച്ചിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോയ ഒരുവൻ. 33 വയസ്സ് പ്രായത്തിൽ കുരിശോളം അവൻ ചേർന്ന് കിടന്നുകൊണ്ട് ശരീരത്തിൽ വേദനയായിട്ട് അവൻ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, മകനെ, മകളെ, മറ്റൊരുവന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. വെറുതെ പറയുക മാത്രം ചെയ്യാതെ ആ കുരിശിൽ അവൻ തൻ്റെ ജീവൻ വെടിഞ്ഞ് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ് ആ വലിയ സത്യം. സ്നേഹിക്കുമ്പോൾ ശരീരത്തെയും മനസ്സിനെയും പൂർണ്ണമായി കൊടുത്തുകൊണ്ട്, തൻ്റെ ജീവിതവും ജീവനും കൊടുത്തുകൊണ്ട് സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ആ ക്രിസ്തുനാഥൻ്റെ പിന്തുടർച്ചയായിട്ടാണ് വിശുദ്ധ സെബസ്ത്യാനോസും തൻ്റെ ജീവൻ വെടിഞ്ഞത്. ഒരുപക്ഷെ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ ഒരു ജീവിതം വയസ്സായി മരിക്കുന്നത് വരെ ജീവിക്കാമായിരുന്നു. പക്ഷേ ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ ആ ഒരു മനസ്സ് കാണിക്കാതെ എപ്പോഴും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവനാകാൻ, സ്നേഹം പങ്കുവച്ച് ജീവിക്കുന്നവനാകാൻ, അവന് വേണ്ടി മരിക്കാൻ തയ്യാറായവനാണ്. അത് കാരണമാണ് ഒരു വിശുദ്ധ പദവിയിലേക്ക് ആ മകൻ ഉയർത്തപ്പെട്ടത്. ഒരു വിശുദ്ധനായതിനു ശേഷം ഒരു നാട്ടിൽ മുഴുവൻ പകർച്ചവ്യാധി വന്നപ്പോൾ ഈ വിശുദ്ധൻ്റെ നാമം ഉച്ചരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ രോഗങ്ങൾ വിട്ടുമാറി. അത് കാരണമാണ് നാട് മുഴുവൻ ഈ വിശുദ്ധൻ്റെ തിരുശേഷിപ്പുമായി യാത്ര ചെയ്ത് അവസാനം ആർത്തിങ്കൽ പള്ളിയിലെത്തുന്നത്. ഇന്നും അവിടെ ആ വിശുദ്ധൻ്റെ രൂപം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നാമും ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരാണ്. എത്രമാത്രം അവന് വേണ്ടി സംസാരിക്കുന്നു, അവന് വേണ്ടി മറ്റുള്ളവർക്ക് സ്നേഹം പങ്കുവെക്കുന്നു, അവനിലേക്ക് എത്താൻ മറ്റുള്ളവർക്കൊരു പ്രചോദനമായി നമ്മൾ മാറുന്നു. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ പ്രദേശത്തേക്ക് ഈ ഒരു റാസയുമായി തിരുനാളിനോടനുബന്ധിച്ച് പ്രാർത്ഥനയോടുകൂടി നമ്മൾ നടക്കുമ്പോൾ ഒരൊറ്റ ചിന്ത മാത്രം, സ്നേഹം ഈ ലോകം മുഴുവൻ നമ്മൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥന കൊണ്ട് മറ്റൊരുവൻ്റെ ജീവിതത്തിൽ ഒരു പങ്കാളിയായിട്ട് മാറുന്നു. അവൻ്റെ സഹനങ്ങളിൽ അവനോടൊപ്പമായിരിക്കാൻ പ്രാർത്ഥന കൊണ്ട് നമ്മളും പങ്കുകാരാകുന്നു. ഇത് തന്നെയാണ് സെബസ്ത്യാനോസും ചെയ്തത്. പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, മരണം മുന്നിൽ കണ്ട് ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അവരെ രക്ഷപ്പെടുത്താൻ, അവരോടൊപ്പമായിരിക്കാൻ ഒരു ചക്രവർത്തിക്കെതിരെ സംസാരിച്ച ആ നാവുകൾ ക്രിസ്തുവിനെ പ്രഘോഷിച്ച നാവുകളാണ്. നമുക്കും അതുപോലൊരു നാവായിട്ട് മാറാം, അതുപോലുള്ളൊരു ഹൃദയമായിട്ട് നമുക്കും മാറാം. മറ്റൊരു സെബസ്ത്യാനോസിനെ പോലെ മറ്റുള്ളവർക്ക് സ്നേഹം പങ്കുവയ്ക്കുന്ന, ദൈവത്തെ കൊടുക്കുന്ന മക്കളായിട്ട് നമുക്ക് മാറാം. ഈ തിരുനാൾ അവസാനിക്കുമ്പോൾ തീർന്നു പോകുന്നതാകരുത് നമ്മുടെ വിശ്വാസം. ഓരോ നിമിഷവും തമ്പുരാനെ കൊടുക്കുന്ന
സ്നേഹം പങ്കുവയ്ക്കുന്ന മക്കളായിട്ട് മാറാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും തിരുനാളിൻ്റേതായിട്ടുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.